കൊച്ചമ്മ വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ എനിക്ക് ഒരുവിധം സുഖം തന്നെ. നിങ്ങൾ എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ലൈക്ക് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണേ. ഇന്ന് കിച്ചണിലേക്ക് പോവാം. ഇന്നത്തെ മീൻ നെത്തോലിയാണ്. ഇന്നലെ കിട്ടിയതാണ്. ഇന്നലെ ഞാൻ കറി വെച്ചില്ല. ഉണക്കമീനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നിതിനെ നല്ല പഴമയിലേക്ക് പഴയ ആൾക്കാർ ചെയ്തിരുന്നത് പോലത്തെ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നെത്തോലി മീൻ അടുപ്പിലായി തിളച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഒന്നും ആയില്ല കേട്ടോ. അങ്ങനെ അതിപ്പോൾ റെഡിയാവും. അതുകൂടാതെ ഞാനൊരു ഇന്നത്തേക്ക് ഒരു പയർ തോരന് റെഡിയാക്കി. കുക്കറിൽ വേവിച്ചിട്ട് ഒരു പയർ തോരൻ റെഡിയാക്കി. ഇനി ഇന്നത്തെ കറികളിൽ ഒരെണ്ണം കൂടി ഉണ്ട്. അതാ ഈ കാണുന്നില്ലേ, ഇതിന് നമ്മുടെ നാട്ടിൽ തടിയങ്ക എന്നും പറയും, കുമ്പളങ്ങ എന്നും പറയും. ഈ ഒരു പീസ് കുമ്പളങ്ങയിട്ട് ഒരു പുളിശ്ശേരി കൂടെ വയ്ക്കാൻ പോവുകയാണ്. അതുകൂടെ വെച്ചാൽ എൻ്റെ ഇന്നത്തെ ഉച്ചവരെയുള്ള ജോലി തീർക്കും. ഞാൻ ആ കുമ്പളങ്ങ പീസ് ഒരു പുളിശ്ശേരിക്ക് വേണ്ടി അരിയാണ്. ഇതിൻ്റെ തോട് നല്ല കട്ടിയാണ് കേട്ടോ, വയണ്ട് പോലെ ഇരിക്കുന്നത്. കണ്ടേ, ഇതുകൊണ്ട് നല്ല കട്ടിയാണ്. ഈ തോട് മുഴുവൻ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അങ്ങനെ കുമ്പളങ്ങ പുളിശ്ശേരിക്ക് വേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ വേവിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചതിന് ശേഷം അരയ്ക്കാൻ എടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങളാണ്: തേങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക് 3, ഇച്ചിരി ജീരകം. ഇത് അരയ്ക്കുന്നത് തൈര് ഒഴിച്ചാണ് അരയ്ക്കുന്നത്, വെള്ളം ഒഴിക്കില്ല. തൈര് ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കടുവറുത്തെടുക്കും. പിന്നെ മഞ്ഞൾപ്പൊടി വേണമെന്നുള്ളവർക്ക് ചേർക്കാം. മഞ്ഞൾപ്പൊടി ഓപ്ഷനാണ്. ഇന്ന് ഞാൻ ചേർക്കുന്നില്ല. വെള്ളപ്പുളിശ്ശേരി വയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വെള്ളപ്പുളിശ്ശേരി റെഡിയായി. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കടു താളിച്ചു. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. നല്ല ടേസ്റ്റാണ് കുമ്പളങ്ങ പുളിശ്ശേരി. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും എനിക്ക് ഇന്ന് വരെ ലൈക്ക് ചെയ്തിട്ടുള്ളവരോടും ഷെയർ ചെയ്തിട്ടുള്ളവരോടും കമൻ്റ് അയച്ചിട്ടുള്ളവരോടും പ്രത്യേകം നന്ദിയുണ്ട്. എല്ലാവരോടും എനിക്ക് വളരെയധികം നന്ദിയാണ് ഉള്ളത്. ഇനി ചോറ് കഴിക്കാൻ പോവുകയാണ്. രാവിലത്തെ ഭക്ഷണം അപ്പവും മുട്ടക്കറിയുമായിരുന്നു. വേവിച്ചിട്ടില്ല. ഇപ്പോൾ ഭക്ഷണമൊന്നും വേണ്ട. എനിക്ക് പുളിശ്ശേരിയും നെത്തോലി മീൻകറിയും മാത്രം മതിയാവും. നിങ്ങളുടെ വീട്ടിൽ ജോലിയെല്ലാം തീർന്നോ? ഊണ് കഴിക്കാറായോ? ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.